പാതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും വീട്ടുപകരണങ്ങളും ലാപ്ടോപ്പും അടക്കം നൽകുമെന്ന് വിശ്വസിപ്പിച്ച പണം തട്ടുന്ന രീതിയായിരുന്നു അനന്തകൃഷ്ണൻ നടത്തിയത്. നാഷണൽ എൻജിഒ പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ ഇയാൾ ട്രസ്റ്റ് അടക്കം ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രൂപീകരിച്ച ട്രസ്റ്റിന് കീഴിൽ മാത്രം 2500 എൻജിഒകളുണ്ട്. 400 കോടി രൂപയടക്കം വന്ന അക്കൗണ്ടുകളും ഇതിൽപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി സ്ഥാനാർത്ഥി പ്രൊഫസർ ജെ പ്രമീള ദേവിയുടെ സഹായിയായി മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച ആളുകളുമായി പരിചയം സ്ഥാപിച്ച അനന്തകൃഷ്ണൻ പാലായിലും നിരവധി ആളുകളിൽ നിന്നുമായി തട്ടിയത് കോടികളാണ്. 1000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മണിച്ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പാണ് നടന്നത്. ഇഡി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഇതിനിടെ അനന്തകൃഷ്ണന് 19 അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ഈ അക്കൗണ്ടുകളിലൂടെ 450 കോടിയുടെ ഇടപാട് നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടെ വൻതോതിൽ ഭൂമി സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വാങ്ങിക്കൂട്ടിയതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലായി ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏജന്റുമാർ വഴി അനന്തകൃഷ്ണൻ 50 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ. സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്നും ഗൃഹോപകരണങ്ങൾ 25% വിലക്കുറവിൽ നൽകാമെന്നും പറഞ്ഞാണ് ഇവിടെയും തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് കേസിൽ വടക്കാഞ്ചേരി കോൺഗ്രസ് നഗരസഭാ കൌൺസിലർ മുഷറ ബഷീറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ താനും തട്ടിപ്പിനിരയാണെന്നാണ് മുഷറ പറയുന്നത്. 48 പേർ സ്കൂട്ടർ ലഭിക്കാനായി പണം അടച്ചിരുന്നുവെന്നും ഇവർക്കാർക്കും സ്കൂട്ടർ ലഭിച്ചിട്ടില്ല എന്നും മുഷറ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ മാത്രം നടന്നത് 35 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. തൃശൂർ ജില്ലയിൽ അന്തിക്കാട് സ്റ്റേഷനിലെത്തി 7 പേർ പരാതി നൽകിയിരുന്നു. ഇതിൽ 4 പേർ സ്കൂട്ടർ വാങ്ങാനും 3 പേർ ഗൃഹോപകരണങ്ങൾ വാങ്ങാനുമാണ് പണം നൽകിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.